ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനാ ഇങ്ങട് എവിടെ നിക്കാൻ? നിനക്ക് ഇവിടെ നിക്കാനല്ലേ പറ്റുള്ളൂ. അത് പോയിട്ടാ. അപ്പൊ എന്നിട്ടൊക്കെ വിശേഷങ്ങള്, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? പിന്നെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഒരാളിന്റെ ഇടയ്ക്ക് വന്ന് ക്യാമറ ചെറുതായിട്ട് അറ്റാക്ക് ചെയ്തതാണ് നിങ്ങൾ കണ്ടത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചെറിയ ചെറിയ അറ്റാക്കുകൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. കിടാവിന്റെ കാര്യം ഉണ്ടല്ലോ. എന്നിട്ട് സംഭവിച്ചതറിയോ? ചേട്ടായി ഇങ്ങനെ വന്നപ്പോ ഈ റൂമിൽ കയറി കഴിഞ്ഞപ്പോ ഒരു കൊതുകിനെ കണ്ടു. ഇപ്പഴേ മാത്രല്ല കേട്ടാ, ഇടയ്ക്ക് നമ്മൾ ഓരോ കൊതുകിനെ കാണും. അപ്പൊ ഞങ്ങൾ കൊതുകിനെ കണ്ടു. ഈ കൊതുകിനെ കിട്ടി കിട്ടി എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കും വെറുതെ ഞാൻ കിടന്ന്. അപ്പൊ അത് കണ്ടിട്ട് കൊതുകിനെ കിട്ടി കൊതുകിനെ കിട്ടി. അത് ചെയ്യുന്നത് അതെന്തിട്ട് ചെയ്യണേ? കൈ കൂട്ടിട്ട് എന്നിട്ട് ചെയ്യണേ? എന്തിട്ട് ചെയ്യണേ? കൊതുകിനെ പിടിക്കുന്നതാ? എത്ര കൊതുകിനെ കൊന്നോ? ചത്താ? കൊതുക് ചത്താ? അപ്പ കൊതുകിനെ കൊന്നില്ലെന്ന് കണ്ടു. അപ്പ തുടങ്ങി കൊതുകിനെ കൊല്ലല്. അപ്പന്റെ മേത്തേറും. ഇനി ചേച്ചിമോള് കൈ അടിച്ച പോവില്ല. അബ്രുവായോ കാണിച്ചേരട്ടാ. അബ്രുവായോ അബ്രുവായോ കടാ കടച്ചേറ്. അബ്രുവായോ അമ്മിക്കവാ ആടാ. അതേ കൊതുകിനെ അവനെ കാണിക്കാൻ, കൊതുകിനെ കൊണ്ടിട്ട് കാണിക്കണുണ്ട്. അയ്യോ അബ്രുവാടാ 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 അബ്രുവാടാ. വന്നു. ഞങ്ങളെ പിള്ളേരും കൊണ്ട് ഹൈലൈറ്റ് മാളിൽ പോയിട്ടുണ്ടായിട്ടാ. ഹൈലൈറ്റ് മാള് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാ. നമുക്ക് പോണെങ്കിൽ പിള്ളേർക്ക് കളിക്കാൻ മറ്റേ കാറ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. പൈസ ഇട്ടാൽ അത് വർക്ക് ചെയ്യും, പൈസ ഇല്ലാണ്ടിരുന്നാൽ അതിങ്ങനെ സ്റ്റക്കായി നിൽക്കും. അപ്പം നമ്മുടെ പിള്ളേർക്ക് പിന്നെ അതിനുള്ള ബുദ്ധി വിവരമായിട്ടില്ല. അതായത് ഇവർക്ക് ഇപ്പൊ 2-2.5 വയസ്സൊക്കെ ഇവനായിട്ടുള്ളൂ. അപ്പൊ അതിന് പൈസ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെറുതെ ചിലപ്പോ സൗണ്ട് വേറെ അവന്റെ വിചാരം വണ്ടി ഓടുന്നുണ്ടെന്നാണ്. കുറച്ചുകൂടി ആയി കഴിയുമ്പോ പറയും പൈസ ഇടാൻ പറയും. സീറ്റിന് ഓടിക്കും കാലെത്തലും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പൊ പിന്നെ അതില് പിന്നെ ബൈക്കും ഇരുന്നാലും കാലെത്തണമൊന്നും അങ്ങനൊന്നും ഇല്ലേ. പിന്നെ അവനത് കയറുന്ന ഇങ്ങനെ കളിക്കണം. അതന്നെ. അപ്പൊ നമ്മള് പോയി കഴിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ബഹളവും വാശിയായി. അതുകൊണ്ട് നമ്മള് ഫസ്റ്റ് തന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിലേക്ക് വീട്ടിലേക്കൊക്കെ പോവാന്ന് പറഞ്ഞ് ഇവനെ ആശ്വസിപ്പിച്ച് പുറന്ന് താഴത്തെ ഇറക്കിയപ്പോ ഭയങ്കര കരച്ചിലായി. വീണ്ടും പോയി. എന്നിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ നമ്മള് നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടുട്ടാ. എന്നിട്ട് കുറച്ചേരം വീഡിയോ അല്ല കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞു. നമുക്ക് ഇങ്ങനെ നമ്മളെ എവിടെങ്കിലൊക്കെ വെച്ച് വല്ലവരും കാണുമ്പോ നമുക്ക് സംസാരിക്കുമ്പോ ഭയങ്കര എന്നെ കണ്ടപ്പോ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആളെ കണ്ടപ്പോ മനസ്സിലായി എന്ന് പറഞ്ഞു. എന്നിട്ട് സംസാരിച്ച് നമ്മൾ കുറച്ചേരം സംസാരിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ രണ്ടുപേരെങ്കിലും അബ്രൂന്നൊക്കെ വിളിക്കണേക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞ് നടന്നു വരുമ്പോ ഒരു ചേച്ചി ഞാൻ നടന്നു പോകണ്ടായിരുന്നു. അവര് ഇങ്ങനെ പറയുന്നത് എന്താ ഞാൻ കേട്ടു, ഒരു യൂട്യൂബിലുള്ളതാണോ എന്നിങ്ങനെ പറയുന്നത് കേട്ടു. ഞങ്ങളിങ്ങനെ ഓൾറെഡി പാസ് ചെയ്ത് ലിഫ്റ്റ് ഓൺ ആയി ഓൾറെഡി. അപ്പൊ പറയുന്നത് കേട്ടു. അപ്പൊ എനിക്ക് നമുക്കൊരു ചെറിയ സന്തോഷമുണ്ട്. നമ്മളെ കുറച്ച് ആൾക്കാരെ അറിയില്ലല്ലോ. അതന്നെ. അതകൂട്ടി രാവിലെ ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടാ. അവൻ നല്ല കളിയും കാര്യങ്ങളായിരുന്നു. അപ്പൊ ഉച്ചയായപ്പോ അമ്മിച്ചി എന്നോട് പറഞ്ഞു ഇവൻ എന്തോ വയ്യായിക്ക് പോലെ തോന്നണ്ടെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു പിന്നെ ഇവൻ എന്തിട്ട് വയ്യായിക്ക് ഒരു കുഴപ്പമില്ല തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഇവനിങ്ങനെ മേത്ത് കുരിശിന്റെ വഴിക്ക് പോയിട്ടുണ്ടായി. നമ്മുടെ പള്ളിയിൽ ഞായറാഴ്ച ഇവിടെ കുരിശിന്റെ വഴിയുണ്ട്. അപ്പൊ അതിന് പോയി നടന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഇവന്റെ മേത്ത് ഒരു ചൂട്. അത് ഡാൻസ് കളിച്ചോണ്ടിരിക്കട്ടോ. കാരണം ഞാൻ പോവാന്ന് വിചാരിച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. കാണിക്കണില്ലടവൻ അവൻ ഉണ്ടാക്കണില്ലട സൗണ്ട്. അതുണ്ടാക്കിയേ അത് പോയി. ഭക്ഷണം കഴിക്കാൻ അബ്രൂന് പനിക്കണ്ടെന്ന് പറയണത്. ആരെ പനി കൊണ്ടുവന്നേ? ആരെ പനി കൊണ്ടുവന്ന ആള്? എന്നിട്ട് നോക്കാനാ പനി നോക്കാനാ? അതല്ല
ഇപ്പൊ പറയുന്നത് ഇവന് പനി ഉണ്ടല്ലോ, ഇന്നലെ അവന് പനിക്കണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇപ്പൊ പറയണ അബ്രുവിന് പനിക്കണ്ടെന്ന്. അപ്പൊ അബ്രുവിന്റെ പനി നോക്കുന്ന എനിക്കപ്പോ തുടങ്ങി എന്നോട് പറയണ്ടാ. എന്തായാലും അബ്രുവിനും വരും. എന്തായാലും ഇവന് വന്നു കഴിഞ്ഞാൽ സാധാ എല്ലാ കാര്യങ്ങളും അബ്രുവിനും വരാറുണ്ട്. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ കുറച്ച് ദിവസമായിട്ട് ഒരു വിടയായിരുന്നു. പനിക്ക് ജലദോഷത്തിന് സമാധാനം ഉണ്ടായി. വീണ്ടും വൈറസ് വീട്ടിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം എടുക്കും ഇത് വൈറസ് വീട്ടിൽ പോണെങ്കിൽ. ഇതേ പൊക്കണുണ്ടോ പനി നോക്കി അവനറിയാം. ഇന്നലെ ഞാൻ ഈ മറ്റേ തെർമോമീറ്റർ വെച്ച് ഇവന്റെ പനി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ അവനെ നോക്കാൻ വേണ്ടി നിൽക്കുന്നതാ. പക്ഷെ ഇപ്പൊ കിടക്കണുണ്ടെങ്കിൽ ഫുൾ ടൈം കിടക്കുമ്പോഴേക്കും 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും കരച്ചിലോളൂ. ഓക്കെ സെറ്റ്. ഈ കുറച്ചു നേരം ഇങ്ങനെ കിടക്കണട്ടാ, അനങ്ങാൻ പാടില്ല. ശ്വാസം പുറത്തേക്ക് വിട്, അകത്തേക്ക് എടുക്ക. ഇല്ലേ ഒന്നും ചെയ്യില്ലേ? ഇപ്പൊ ചൂടുണ്ടോ? ഇപ്പൊ ചൂടില്ല, ഇപ്പൊ പനി കാണുന്നില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ പനി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ഇപ്പൊ കാണില്ല. പക്ഷെ മരുന്നിന്റെ ഡോസ് ഉണ്ടാവും, വെളുപ്പിനെ കൊടുത്തേക്കണ. എന്തായാലും 2 ദിവസം മരുന്ന് കൊടുക്കേണ്ടി വരും, എന്നാലും പനി വിട്ടു പോളൂ. അല്ലെങ്കിൽ ഉള്ളിലുണ്ടാവും. എവിടെന്നാ കൊണ്ടുവന്നേ? അനങ്ങിയ പോ. ഡോക്ടർ ചെക്ക് ചെയ്യുന്നതാണ് കണ്ടിട്ട്. പിന്നെ ഇവിടെ ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ കാര്യമില്ല. 2 സെക്കൻഡിനുള്ളിൽ ഇപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം വിരിച്ചിട്ടതാ. രണ്ടുപേരും കൂടി കയറി പിന്നെ ആ കത്തുന്ന സാധനം ഇപ്പൊ അത് പിടിച്ചു വലിക്കുന്നത് അവന്റെ പണി. ആ കടാ, നീ കടിച്ചു കൂട്ടിക്ക്. സൗണ്ട് വന്നാ ഇല്ല. സൗണ്ട് വന്നാലാണ് നമുക്ക്. അപ്പൊ നീയല്ലേ പറഞ്ഞോ പനി നോക്കാൻ. ഇവന്റെ പനി നോക്കാനല്ല പറഞ്ഞവന്റെ പനി പറഞ്ഞ ഉത്തരവാദിത്വം ചേട്ടനല്ലേ. അവരൊരു പനിച്ചിട്ടുണ്ട്. ആശുപത്രി കൊണ്ടോണാ ഏതാശുപത്രി? സൗണ്ട് കിട്ടും. പനിയൊന്നും ഇല്ല, നോർമലാണ്. ഇപ്പൊ ഞാൻ അബുരുവിന്റെ നോക്കണ. അബുരുവിന് പനിക്കണില്ല. ഇല്ലടാ, അബുരുവിന് പനിച്ചിട്ടുണ്ട്. മരുന്ന് കൊടുക്കാൻ ചേട്ടൻ എന്നിട്ട് കുടിക്കാൻ പോണേ. ചിരിക്കണെന്നെ പറയ്. തൈര് പിന്നെ ഉപ്പ്. ഈ നല്ല തൈര് കഞ്ഞിയാണ് ചേട്ടൻ കുടിക്കാൻ പോണെ. നല്ല പുളി. എരിവുണ്ടാ? എരിയണ്ടാ? അതവനല്ലെങ്കിലും പറയൂല്ലോ. സൂപ്പർ ടേസ്റ്റി പറഞ്ഞേ. ടേസ്റ്റി എന്ന് പറഞ്ഞേ. സൂപ്പർ എന്ന് പറഞ്ഞേ. സൂപ്പർ. എന്നിട്ട് വന്നത് മാർട്ടിന കഞ്ഞി വന്നോ പാപ്പ എന്നിട്ട് പറഞ്ഞത്. അത് നടക്കണ്ട. എന്തിട്ടേക്ക് പറയണേ? എന്നിട്ട് പാപ്പ തുടക്കാനാ? ആര് തുപ്പിട്ടെ? അവര് തുപ്പിട്ട വേണ്ടേ? അപ്പൊ നീ എന്തിനാ കഞ്ഞി വന്നു പറഞ്ഞ? കഞ്ഞി കുച്ചോ ഇല്ല. അപ്പന്റെ കൂടെ ഇരുന്നിട്ട് കുടിച്ചില്ലല്ലോ. അപ്പ കഞ്ഞി കുടിച്ചു, നീ കുടിച്ചാ? എപ്പ? പിന്നെ ഇന്നത്തെ നമ്മുടെ കറികൾ ഞാൻ കാണിച്ചിട്ടുണ്ടേ. ഇത് കായും പയറും ബീട്രൂട്ട് ചക്കക്കുരു എല്ലാം കൂടി മിക്സഡ് കറി. പിന്നെ അതേ തൈര്, പിന്നെ അതേ മീൻ വറുത്തത്. ഇത്ര ഐറ്റംസ് ഉണ്ട്. ഞാൻ ഇപ്പൊ വീട്ടിക്ക് പോയിട്ട് എത്ര ദിവസമായി? ഇപ്പൊ 1 മാസം കഴിഞ്ഞു. ഒന്നര മാസം ഉണ്ടാവില്ലേ? അമ്മച്ചിക്ക് അറിയട്ടെ കറക്റ്റ് ദിവസം. ഇപ്പൊ എത്ര ദിവസമായി എന്നറിയാം. എന്റെ അടുത്ത് ചെല്ല് അങ്ങോട്ട് വായോന്ന്. ഇപ്പൊ നമുക്കാണെങ്കിൽ അങ്ങോട്ട് പോവാന്ന് വിചാരിക്കും. അപ്പൊ എന്തെങ്കിലും ഓരോ തടസ്സങ്ങൾ വരും. തടസ്സങ്ങള് പോവാൻ പറ്റണില്ല. അങ്ങോട്ട് ചെല്ലാൻ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ദിവസം എന്തെങ്കിലും ഒരു വല വന്നിട്ടുണ്ടാവും. അപ്പൊ പിന്നെ സ്റ്റക്കായി. അതുപോലെ ഇപ്പൊ ഇന്നും എന്നിട്ടായിരുന്നു. ഇന്നും അമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചെല്ലാൻ പറഞ്ഞ്.
അപ്പൊ വീട്ടിക്ക് സത്യത്തില് കെട്ടിയോണ്ട് എന്നെ വീട്ടിക്ക് വിടണമെന്ന് വലിയ താല്പര്യമില്ല. അതായത് എന്തെങ്കിലും പറയുമ്പോ എന്നോട് പറയും, നീ വീട്ടിൽ പോയി നിന്നോ, നീ പോയിട്ട് അതെല്ലാ കെട്ടിയവന്മാരും ചിലപ്പോ പറയുന്നതായിരിക്കും, പോയി നിന്നോ, ഒരു മാസം എത്ര ദിവസം നിനക്ക് നിൽക്കണ്ടേ, ഒരാഴ്ചയാ, പോയി നിന്നോ. പക്ഷെ അത് കഴിയുമ്പോ പിന്നെ പോണെന്ന് പറഞ്ഞാ അതിലേക്ക് എത്തില്ല, നമ്മള് പോണ സ്റ്റെപ്പിലേക്ക് എത്തിക്കില്ല. അപ്പഴേക്കും പറയും നീ പോണ്ട, ഇത് ശരിയാവില്ല. അതായത് ആൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ബോറടിച്ച് നിൽക്കാൻ പറ്റില്ല. പിന്നെ പിള്ളേരുണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അവിടെ പോയി നിർത്തേണ്ടത് വലിയ താല്പര്യമില്ല. പിന്നെ ഇനിയിപ്പോ പോണതൊക്കെ ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാ പോയി നിക്കാലോ. അതാണ് ഇപ്പൊ പറയണത്, നിനക്ക് പോയി നിന്നൂടെ, നിനക്ക് സമയമുണ്ടല്ലോ, എനിക്ക് പോവാൻ സമയമുണ്ടല്ലോ, നീ ഇതിനെ ഇപ്പൊ തിരക്ക് പിടിക്കണേ, നിനക്ക് പോയി അമ്മച്ചി കൊറേ ദിവസമായി പറയണ, നീ ആളോട് പറയണ്ട, നിനക്ക് ഇങ്ങോട്ട് വരാൻ നേരില്ലല്ലേ, നീ നാട്ടിൽ നിന്നിട്ട് നിനക്ക് ഇങ്ങോട്ട് വരാൻ നേരില്ലല്ലേടാ അത്. അപ്പൊ ഇതാണ് സംഭവം, എന്തെങ്കിലുമൊക്കെ ഇതുകൾ വരും. അപ്പൊ പോയിട്ടില്ല. അന്നാ നമ്മള് ആ ചേച്ചീനെ കണ്ടില്ലേ, നമ്മള് ഹൈലൈറ്റ് മാളിൽ കണ്ടപ്പോ ആ ചേച്ചിയും പറഞ്ഞുട്ടാ, അടുത്തൊക്കെ വീട്ടിലേക്ക് പോകണ്ട, കാരണം എല്ലാവർക്കും അമ്മിച്ചിനെ കാണാനുള്ള ഒരു കൊതിയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്താ ചെയ്യാ, നമുക്ക് പോവാൻ പറ്റിയിട്ടില്ല. എന്തായാലും പോണം, എന്തായാലും പോവാണ്ടിരിക്കില്ലേ, പോയില്ലെങ്കിൽ ബന്ധം ഏർപ്പെടുത്ത അമ്മിച്ചിക്ക് ദേഷ്യം വന്നായിട്ടല്ല, കയ്യിൽ പിടിച്ച കിട്ടില്ല, ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പിള്ളേരെ കാണാൻ പറ്റണില്ലല്ലോ. പിന്നെ അമ്മിച്ചിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ബുദ്ധിമുട്ടാണ്, ഹസിക്കൂട്ടനുണ്ട്. പിന്നെ അത് മാത്രല്ല അവിടെ കാലുവേദന, ബസ്സിൽ അങ്ങനെ വണ്ടിയും ഇരുന്ന കാലുവേദന, അങ്ങനെ 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 അമ്മച്ചിക്ക് വരാൻ പറ്റണില്ല. അപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞു, ബസ് കയറി എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ, അതുകൊണ്ട് പോവാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതാണ് നമ്മുടെ അതാണ് അമ്മിച്ചിനെ കാണാത്തതിൽ എല്ലാവർക്കും ചിലപ്പോ സങ്കടം ഉണ്ടാവും. നമ്മള് അടുത്ത് തന്നെ പോവും എന്ന് വിചാരിക്കുന്നു. അമ്മച്ചിക്ക് സർപ്രൈസ് കൊടുക്കണം. അമ്മച്ചിക്ക് സർപ്രൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.